ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ്. വാട്സപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകും. പല കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളും നമുക്ക് പേഴ്സണലായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ട ചില ആപ്ലിക്കേഷനുകൾ, നമുക്ക് പേഴ്സണലായിട്ടും പ്രൈവസി ആയിട്ടും സൂക്ഷിച്ച് വെക്കേണ്ട ചില കോൺടാക്റ്റുകളും അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളും ഉണ്ടാകും. അത്തരം കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ എങ്ങനെ നമുക്ക് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളതാണ്. ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റുകളും മറ്റും അവർക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രൂപ്പിലെ ചാറ്റുകളായിരുന്നാലും ശരി, കോൺടാക്റ്റുകളുടെ ചാറ്റുകളായിരുന്നാലും ശരി അവർക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവർക്ക് കാണാത്ത രീതിയിൽ പ്രത്യേക കോൺടാക്റ്റ് അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പുകളെ നമുക്ക് എങ്ങനെ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ലോക്കർ വിത്ത് വാട്സപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. അതിലാദ്യം നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിരിക്കും പറയുക. അതിൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഞാനും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം കൺഫർമേഷൻ പാസ്വേഡ് എന്ന് ഉപയോഗിക്കും. അതിൽ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത അതേ പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ജിമെയിൽ അഡ്രസ്സ് ആയിരിക്കും, അതായത് റിക്കവർ ചെയ്ത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ റിക്കവർ ചെയ്യേണ്ട ഒരു ജിമെയിൽ അഡ്രസ്സ് കൊടുക്കാനായിരിക്കും. നിങ്ങളുടെ ഒരു ജിമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലോക്കർ ഫോർ വാട്സപ്പ് ചാറ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫോണിൻ്റെ അക്സസിബിലിറ്റിയിൽ എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതിൽ നിങ്ങൾ അക്സസിബിലിറ്റി എടുക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ അക്സസിബിലിറ്റി എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ലോക്കർ ഫോർ വാട്സപ്പ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ ലോക്ക് ചെയ്യാനുള്ള ഈ ആപ്ലിക്കേഷനിലേക്കുള്ളതെല്ലാമായി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വാട്സപ്പിലേക്ക് പോകും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് പോകും. വാട്സപ്പായിരിക്കും ഓപ്പൺ ആവുക. ഇതിൽ നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ലോക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര കോൺടാക്റ്റുകളോ എത്ര ഗ്രൂപ്പുകളോ നിങ്ങൾക്ക് ഇതുവരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും വാട്സപ്പ് ആരെങ്കിലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഹൗസ് എന്ന് പറയുന്ന എൻ്റെ ഈ കോൺടാക്റ്റ് ഞാൻ ഈ ഒരു പാസ്വേഡ് ഇട്ടും ആപ്ലിക്കേഷനിൽ പാസ്വേഡ് ഇട്ട് ഞാൻ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാനായിരിക്കും പറയുന്നത്. തെറ്റായിട്ടുള്ള പാസ്വേഡുകൾ എൻ്റർ ചെയ്താൽ ഇത് ഓപ്പൺ ആവുകയില്ല. കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് ഇട്ടാൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് 1 2 3 4 ഇടുന്നു. അത് ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ട് സൂക്ഷിക്കേണ്ട അതായത് പ്രൈവസി ആയിട്ട് സൂക്ഷിക്കേണ്ട ഏതൊരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നാലും ശരി, ഏതൊരു കോൺടാക്റ്റുകളുടെ ചാറ്റുകളായിരുന്നാലും ശരി, നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഇട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകൾക്കും ട്രിക്സുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.